കാവടി യാത്ര കടന്നുപോകുന്ന വഴികളിലെ കടകളിൽ ഉടമകളുടെ പേരുകൾ എഴുതിയ ബോർഡ് തൂക്കണമെന്ന ഉത്തരവിനെ പിന്തുണച്ച് യോഗ ഗുരു ബാബ രാംദേവ് ഉത്തർപ്രദേശിനും ഉത്തരാഖണ്ഡിനും പുറമെ ഉജ്ജയിനിലും ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എല്ലാവരും അവനവൻ്റെ പേരിൽ അഭിമാനിക്കുന്നവരാണെന്നാണ് ഉത്തരവിനെക്കുറിച്ച് ബാബ രാംദേവ് പറഞ്ഞത്. രാംദേവിന് പേരെഴുതി തൂക്കുന്നത് ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെന്തിനാണ് റഹ്മാൻ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നായിരുന്നു രാംദേവിൻ്റെ ചോദ്യം. രാംദേവിന് തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതിന് ഒരു പ്രശ്നവുമില്ല, പിന്നെ എന്തിനാണ് റഹ്മാൻ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പ്രശ്നമുണ്ടാക്കുന്നത്? സ്വന്തം പേരിൽ എല്ലാവരും അഭിമാനിക്കുകയാണ് വേണ്ടത്. പേരുകൾ ഒളിച്ചു വെക്കേണ്ട ഒരാവശ്യവുമില്ല. തൊഴിലിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നമ്മുടെ തൊഴിൽ പരിശുദ്ധമാണെങ്കിൽ പിന്നെ ഹിന്ദു എന്നതോ മുസ്ലിം എന്നതോ വിഷയമേ അല്ല. ബാബ രാംദേവ് ഇങ്ങനെയാണ് പറയുന്നത്. ഉത്തരാഖണ്ഡിനും യുപിക്കും പിന്നാലെ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ മുനിസിപ്പാലിറ്റി അധികൃതരും കടകളിൽ ഉടമകളുടെ പേരെഴുതിയ ബോർഡ് തൂക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഉത്തരവ് ലംഘിക്കുന്നവർക്ക് 2000 രൂപ പിഴ ചുമത്തുമെന്നും ഉജ്ജയിൻ മേയർ അറിയിക്കുകയുണ്ടായി. എന്നിട്ടും പേരെഴുതിയിട്ടില്ലെങ്കിൽ പിഴ 5000 രൂപയായി ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. വിവാദ നിർദ്ദേശത്തെ വിമർശിച്ച് കേന്ദ്രമന്ത്രിയും BJP സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പാസ്വാൻ രംഗത്തെത്തിയിരുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒന്നിനെയും താൻ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശിവഭക്തരുടെ വാർഷിക തീർത്ഥാടനമായ കാവടി യാത്ര തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. 240 കിലോമീറ്ററാണ് UPയിൽ മാത്രം യാത്രാവഴി. ഇവിടെയുള്ള ഭക്ഷണശാലകളുടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് കഴിഞ്ഞയാഴ്ചയാണ് UP പോലീസ് ഉത്തരവിട്ടത്. എന്നാൽ പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷവും വിവിധ സാമൂഹിക സംഘടനകളും രംഗത്ത് വന്നതോടെ നോട്ടീസിൽ നിന്ന് നിർബന്ധമായും എന്ന പദം ഒഴിവാക്കി. ഇതിനിടെയാണ് സംസ്ഥാന സർക്കാർ പഴയ ഉത്തരവുമായി വീണ്ടും രംഗത്തെത്തിയത്. സംസ്ഥാനം മുഴുവനും ഉത്തരവ് ബാധകമാകും. അതോടെ ഈ പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുടെ ഉടമസ്ഥയിലുള്ള കടകളും അപ്രത്യക്ഷമാകും. നേരത്തെ മുസ്ലിങ്ങൾ തീർത്ഥാടകർക്ക് മാംസം വിളമ്പുന്നു എന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ട് UP മന്ത്രി കപിൽ ദേവ് അഗർവാൾ രംഗത്ത് വന്നിരുന്നു. തൊട്ടു പിന്നാലെയായിരുന്നു പോലീസ് ഇടപെടൽ. യാത്രാ വഴികളിലുള്ള മുസ്ലിം തൊഴിലാളികളെ പറഞ്ഞുവിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വിവാദ ഉത്തരവിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. യോഗിയുടെ ഉത്തരവിനെ വിമർശിച്ച് നടൻ സോനു സൂദ് രംഗത്തെത്തിയിരുന്നു. എല്ലാ കടകൾക്കും മുന്നിൽ ഒരൊറ്റ നെയിം പ്ലേറ്റ് മാത്രമേ പാടുള്ളൂ, മനുഷ്യത്വം എന്നാകണം അത് എന്നായിരുന്നു താരം കുറിച്ചത്. സോനു സൂദിൻ്റെ ട്വീറ്റിന് മറുപടിയായാണ് കങ്കണ രംഗത്തെത്തിയത്. സമ്മതിക്കുന്നു, ഹലാലിന് പകരവും മനുഷ്യത്വം എന്ന് നൽകണം എന്നായിരുന്നു കങ്കണയുടെ മറുപടി.